പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലാണ് ഇന്ന് പുലർച്ചെ 4:30 കൂടിയിട്ട് അതിദാരുണമായ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കാറും അതുപോലെ തന്നെ തോട്ടിലേക്ക് മറിഞ്ഞു കിടക്കുന്ന ലോറിയും തമ്മിലാണ് ഈ പാതയിൽ വെച്ച്, ഈ സംസ്ഥാന പാതയിൽ വെച്ച് കൂട്ടിയിടിച്ചത്. CCTV ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാവുന്ന കാര്യം എന്ന് പറയുന്നത് ലോറി നിയന്ത്രണം വിട്ട് കാറിലേക്ക് വന്നിടിക്കുകയായിരുന്നു. ആ നിയന്ത്രണം വിട്ടത് എത്തരത്തിലാണ് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരണം. കാരണം ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം, അല്ലെങ്കിൽ മഴയത്ത് വണ്ടിക്ക് നിയന്ത്രണം വിട്ടതാകാം. അങ്ങനെയുള്ള ഇതിൽ കാര്യങ്ങളാകാം ഒരു പക്ഷേ ഈ ലോറി നിയന്ത്രണം വിടാൻ കാരണം. 4 പേരാണ് കാറിലുണ്ടായിരുന്നത്. അതിൽ 2 പേർ മരണപ്പെട്ടിരിക്കുന്നു. പ്രണവിൻ്റെ ഭാര്യ ജനനിയുടെ അച്ഛൻ സുന്ദർരാജ്, അതുപോലെ തന്നെ ജനനിയുടെ സഹോദരൻ ശിവശങ്കർ എന്നിവരാണ് ഈ കാറിലുണ്ടായിരുന്നത്. ഇതിൽ 3 പേർ തമിഴ്നാട് സ്വദേശികളും അതുപോലെ തന്നെ ഒരാൾ ആലുവ സ്വദേശിയുമാണ്. ഇതിൽ ലോറിയിൽ ഉണ്ടായിരുന്നത് 2 പേരാണ്. ലോറി ജീവനക്കാരായിട്ടുണ്ടായിരുന്ന വെങ്കടേഷ് അതുപോലെ തന്നെ വിനോദ് കുമാർ പുളിയറ സ്വദേശികളാണ്. അവർക്ക് പരിക്കുകളേറ്റിട്ടുണ്ട്. പരിക്കുകളോട് കൂടിയിട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിപ്പം രാവിലെ എന്താണ് സംഭവിച്ചത്? രാവിലെ ഞാൻ ആംബുലൻസ് ഡ്രൈവറാണ്. രാവിലെ 4:30 ആയപ്പം 20 ആയപ്പോൾ എനിക്ക് കോള് വന്നു. ഞാൻ അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് നേരെ ഇവിടെ വന്നപ്പം 2 പേര് ചോരയിൽ കുളിച്ചിവിടെ നിൽക്കുന്നു. ഒരാളുടെ മുഖം മൊത്തം മുറിഞ്ഞിരിപ്പുണ്ട്, ഒരാൾ വണ്ടിക്കകത്ത് തന്നെ ഇരിപ്പുണ്ട്. ആ ഇരുട്ടത്ത് തന്നെ വെട്ടമടിച്ച് മൊബൈലടിച്ച് നോക്കിയപ്പം 2 പേര് ബാക്കിൽ കിടപ്പുണ്ട്. പോലീസുകാർ വന്നു, അന്നേരം ഫയർഫോഴ്സും വന്ന് അവരെ 2 പേരും വെട്ടിപ്പൊളിച്ചെടുത്തു. പിന്നെ ഇവിടുന്ന് നേരെ കോന്നി മെഡിക്കലിലാണ് കൊണ്ടുപോകുന്നത്. മെഡിക്കൽ കോളേജിൽ കൊണ്ട് ചെന്നപ്പം 2 പേര് അവിടെ പറഞ്ഞു മരണപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ സ്ഥിരം ആംബുലൻസ് ഓടിക്കുന്ന ആളാണല്ലോ, അപ്പോൾ ഇവിടെ സ്ഥിരം ആക്സിഡൻറ്റ് നടക്കുന്ന ഏറിയ തന്നെ. ഇവിടെയും അവിടെയും സ്ട്രെയിറ്റ് ആണ്. അന്നേരം ഈ ഒരു വളവാണ് ഉള്ളൊരു ഇത് വരുന്നത്. അന്നേരം ഉറക്കമാകുമ്പം ആ ചവിട്ടി വരുന്നവർക്കും ഈ നേരെ ഇങ്ങ് പോരും. അവർ വിചാരിക്കുന്നത് ഇങ്ങോട്ട് മുമ്പോട്ടും നേരെയാണെന്നുള്ള രീതി ഉള്ള സ്ട്രെയിറ്റ് ആണെന്നുള്ള ഒരു രീതിയിലാണ് വരുന്നത്. തോട്ടിലേക്ക് മറിഞ്ഞിരുന്ന ലോറി പൂർണ്ണമായിട്ടും 2 ക്രെയിനുകൾ ഉപയോഗിച്ചാണ് റോഡിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. പുളിയറയിൽ നിന്നും കച്ചി കയറ്റിക്കൊണ്ടുവരുന്ന വരവെയാണ് ഈ ഇത്തരത്തിൽ പുലർച്ചെ 4:30 കൂടിയിട്ട് ഈ ലോറിയും അതുപോലെ തന്നെ ആ കാറും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടാവുകയും 2 പേർക്ക് ദാരുണാന്ത്യം സംഭവിക്കുകയും ഉണ്ടായത്.